നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ അരയ്ക്കാത്തൊരു കടലക്കറി ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു നൈറ്റ് ഫുള്ളും വെള്ളത്തിലിട്ട് വെച്ച കടലയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത് എന്നിവയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കടലേനെ. അപ്പം നമ്മൾ അതിലേക്കായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തു കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കല്ലുപ്പാണ് ചേർത്തത്. കുക്കറിലിട്ട് വേവിക്കുകയുള്ളൂ, അപ്പോൾ നന്നായി വെന്തോളും. അപ്പോൾ കല്ലുപ്പാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഈ കുക്കറിൽ എനിക്ക് 4-5 വിസിൽ വരണം. 4-5 വിസിൽ കൊടുത്ത് വേവിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചെറിയുള്ളി അരിക്കുക. എന്നിട്ട് ഉണക്കമുളകും ചെറിയുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പെരുംജീരകപ്പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ആ മസാലയിലേക്ക് ഈ വേവിച്ച കടലേനെ കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയ ഒരു കറിയാണ്. ഞാൻ ഇഞ്ചിപ്പെണ്ണ് എന്നുള്ളൊരു അവരുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനത് ചെയ്ത് നോക്കുന്നത്. നല്ല സക്സസ് ആയിരുന്നു. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയായിരിക്കും കേട്ടോ. കണ്ടോ, നന്നായിട്ട് മസാല. ഞാൻ കുറച്ച് കടലക്കറി ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ആ വേവിച്ച കടലേനെ അതിലേക്ക് നല്ലോണം കൊട്ടുക, എന്നിട്ട് ഇളക്കുക. കണ്ടോ, ഞങ്ങൾക്ക് ഇത്ര മതി. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഏട്ടനും കുട്ടി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ധാരാളമാണ്. നന്നായി തിളപ്പിച്ചെടുത്ത് നല്ല രുചികരമായ കടലക്കറി റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.